ജൂലൈ 31 വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് എതിരായ പ്രതിനവീകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത് അയച്ച പ്രവാചകനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. സ്പെയിനിൽ ലയോള മാളികയിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഇഗ്നേഷ്യസിന് നല്ല വിദ്യാഭ്യാസവും ജീവിത സൗകര്യങ്ങളും ലഭിച്ചു. നിർബന്ധിത പട്ടാള സേവനത്തിന്റെ ഭാഗമായ പാമ്പലോണിയ യുദ്ധത്തിൽ വെച്ച് കാലിന് മാരകമായ അപകടം സംഭവിച്ച ചികിത്സയിലായിരിക്കെ ധാരാളം ആത്മീയ പുസ്തകങ്ങളും വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും വായിക്കാനിടയായി. അദ്ദേഹം സ്വയം ചോദിച്ചു, അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് സാധ്യമല്ല? ചിന്തിക്കുക മാത്രമല്ല, അന്നു മുതൽ അതിനനുയോജ്യമായ ജീവിത രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. വീട് വിട്ടെറിഞ്ഞ് ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിലേക്ക് അവൻ താമസം മാറ്റി. മുഴുവൻ സമയവും പ്രാർത്ഥനയും പ്രായശ്ചിത്തവുമായി ജീവിക്കാൻ ആരംഭിച്ചു. തൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആധ്യാത്മിക അഭ്യാസങ്ങൾ എന്ന ആത്മീയ പുസ്തകം അപ്പോഴാണ് രചിക്കപ്പെട്ടത്. ഇതിനിടയിൽ ഫ്രാൻസിസ് സേവ്യർ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അത് കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും കൂടുതൽ വിശുദ്ധരെ സംഭാവന ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സന്യാസ സഭയുടെ ജന്മത്തിന് ഇടയാക്കി. 1534 ആരംഭിച്ച ഈ സന്യാസ കൂട്ടായ്മ പെട്ടെന്ന് വളർന്ന് വികസിക്കുകയും 1556 അദ്ദേഹം മരിക്കുമ്പോൾ 100-ലേറെ ഭവനങ്ങളും 1000-ലധികം അംഗങ്ങളും ഉണ്ടായിരുന്നു. പരിശുദ്ധ സഭയെ ഏറ്റവും സ്നേഹിച്ചിരുന്ന അദ്ദേഹം തൻ്റെ സഭാംഗങ്ങൾക്ക് നൽകിയ ഉപദേശം ഇങ്ങനെയാണ്: വെളുപ്പായി നാം കാണുന്നത് കറുപ്പാണെന്ന് പരിശുദ്ധ സഭ പറഞ്ഞാൽ നാം അത് വിശ്വസിക്കണം. അനുസരണ ജീവിതത്തിൻ്റെ രാജകുമാരനായ യേശുവിൻ്റെ യഥാർത്ഥ അനുയായിയായി ആരംഭിച്ച സഭയ്ക്ക് ഈശോ സഭ എന്ന് പേരിട്ട് അവിചാരിതമല്ലെന്ന ചുരുക്കം. കാലാനുസൃതമായ ജീവിതചര്യങ്ങളിലൂടെ തിരുസഭയെ ഇന്നും നവീകരണ ആത്മീയ ശക്തിയാണ് ഈശോ സഭ.